ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. നമ്മൾ നോക്കാൻ പോകുന്നത് 7th ചാപ്റ്ററിലെ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള 7.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിന്റ് XY is equidistant from the point 36 and -34. XY എന്ന് പറയുന്ന ഒരു പോയിന്റ് 36 -34 എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ, ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിനെ 36 എന്നും ബി എന്ന് പറയുന്ന പോയിന്റിനെ -34 എന്നും എടുത്തു. അതേപോലെ പി എന്ന പോയിന്റിനെ XY എന്നും എടുത്തു. നമ്മളോട് പറയുന്നത് XY എന്ന് പറയുന്ന ഒരു പോയിന്റ് 36 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും -34 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? PA ഈക്വൽ ടു എന്താണ്? PB ആണ്. ഓക്കെ, അതായത് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള അകലവും പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്കുള്ള അകലവും സെയിം ആണ്. ആൻഡ് ദാറ്റ് മീൻസ് PA ഈക്വൽ ടു PB എന്ന് പറയാം. ഇനി ഞാനിവിടെ ഇക്വേഷൻ കൊടുത്തു മക്കളെ, PA കാണാനും PB കാണാനുള്ള ഇക്വേഷനും എന്താ? x1 - x2 the whole square plus y1 - y2 the whole square. ഇവിടെ അതേപോലെ തന്നെ റൂട്ട് ഓഫ് ഉണ്ട് കേട്ടോ. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ദെൻ ഇതിനെ ഞാൻ എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ ആദ്യം പിയും എ കേട്ടോ. അപ്പോൾ x-3യും y -6ഉം. ഇനി പിയും ബി എടുക്കുമ്പോൾ x -3യും അപ്പം എന്തായി? പ്ലസ് ആവും. 2 മൈനസ് അല്ലേ? x -3 അപ്പം പ്ലസ് y -4 the whole square. ഇതിനെ നമ്മളുടെ രണ്ട് ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഏതൊക്കെയാണ് നമ്മളുടെ ഐഡന്റിറ്റി? ഒന്ന് x + y the whole square. എന്താ x + y the whole square? x² + 2xy + y². ഇനി എന്താ x - y the whole square? ഈക്വൽ ടു x² - 2xy + y². ഈ രണ്ട് ഐഡന്റിറ്റി വെച്ചിട്ട് ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകണ്ടോ. ഇത് x - y വരിക. അപ്പോൾ x² ഫസ്റ്റ് x² -xy എന്നാണ്. അപ്പോൾ -2 × x × 3 അഥവാ 2 × 3 6 ആണ്. 6 × x 6x. ദെൻ y², അപ്പോൾ 3². ഇതും അതേപോലെ തന്നെ x - y the whole square എക്സ്പാൻഷൻ ആണ്. അപ്പോൾ y² -2xy എന്നാണ്. അപ്പം -2 × 6 12, 12 × y 12y പ്ലസ് y² എന്നാണ്. അപ്പോൾ y 6 ആണ്, 6². ഇത് x + y the whole squareലാണ്. അപ്പോൾ x² + 2xy അഥവാ 2 × x × 3. 2 × 3 6 ആണ്, 6 × x 6x ആണ്. പിന്നെ y², y 3 ആണ്, അപ്പം 3². ഇത് x - y the whole square എക്സ്പാൻഷൻ ആണ്. y² പിന്നെ -2xy ആണ്. അപ്പം -2 × y × 4. 2 × 4 8 ആണ്, 8 × y 8y ആണ്, പ്ലസ് y² y 4 ആണ്. അപ്പോൾ 4². മനസ്സിലായോ മക്കളെ? x - y the whole squareഉം x + y the whole squareഉം ഈ രണ്ട് എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഒന്ന് x² + 2xy + y² അഥവാ x - y the whole square. പിന്നെ ഒന്ന് x - y the whole square, അത് x² - 2xy + y². ഓക്കെ, ഈ രണ്ട് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇത്രയും വരെ ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനെ നമ്മളൊന്നും കൂടി ചെയ്തു. x² തന്നെ -6x -6 തന്നെ 3² 9 ആയി. y² തന്നെ -12y -12y തന്നെ 6² 36 ആയി. x² തന്നെ 6x 6x തന്നെ 3² 9 ആയി. y² തന്നെ -8y -8y തന്നെ 4² 16 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ നമ്മൾ ലെറ്ററുകളെയൊക്കെ ഒന്നിച്ചും കോൺസ്റ്റന്റുകൾ അഥവാ നമ്പറുകളെ വേറൊരു ഭാഗത്തേക്കും കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നോക്കുക, പേനയുടെ x² -6x എഴുതി, 9 നമ്പറാണ് വേണ്ട. y² -12y എഴുതി, 36 നമ്പറാണ് വേണ്ട. ഈ x² ഇങ്ങോട്ട് വന്നു, പോസിറ്റീവ് അല്ലേ? -x² ആയി. പ്ലസ് 6x -6x ആയി. പ്ലസ് y² -y² ആയി. -8y + 8y ആയി. ഇനി റൈറ്റ് സൈഡിൽ ഒരു 9 ഉണ്ട് എഴുതി,
+16 ഉണ്ട് എഴുതി. ഇവിടെയുള്ള +9 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു -9 ആയി. ഇവിടെയുള്ള +36 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു -36 ആയി. ഇനി ഇതിൽ വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇതാ x² -x² പോകും, y² -y² പോകും. പിന്നെ ആരെങ്കിലും പോവാനുണ്ടോ? ഉണ്ടോ? -6 -6 പോവില്ല, -12 പോവില്ല, 9 -9 പോകും. എന്നിട്ട് ബാക്കിയുള്ള നമ്പറുകളെ ഞാൻ എഴുതി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കട്ട് ചെയ്ത് അത് പോയിട്ടുണ്ടല്ലേ, വേറെ ലൈന്. x² പോകും, y² പോകും, 9 പോകും. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. നോക്കിക്കോ, ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ -6, ഇവിടെയും -6, രണ്ടും -6 ആണ്. രണ്ടും -6 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻറ്റു ഒന്നല്ലല്ലോ, അപ്പം സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പം 6ഉം 6ഉം എത്രയാ? 12. അപ്പം -12x എന്ന് വരും. ഇനി ഇവിടെ -12y +8y ആണ്, അഥവാ -12 +8. അപ്പം വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പം 12ന്ന് 8 പോയാൽ എത്രയാണ്? 4 ആണ്. വലുത് 12 ആയതുകൊണ്ട് -4. ഓക്കെ ആണല്ലോ. മറ്റത് -6ഉം -6ഉം ആയിരുന്നു. അപ്പോൾ ഇൻറ്റു ഒന്നില്ല, ഇൻറ്റു അല്ല ഡിവിഷനും അല്ല. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 12 എന്നിട്ട് മൈനസ്. അപ്പോൾ -12x, 12ന്ന് 8 പോയാൽ 4 ആണ്, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -4y ഈക്വൽ ടു, ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പം ഇനി ഒന്നും ബാക്കിയില്ലല്ലോ, ഇല്ല. ഇവിടെ ഒരു 16ഉം ഒരു -36ഉം ഉണ്ട്. ആരൊക്കെയുണ്ട്? ഒരു 16ഉം ഉണ്ട്, ഒരു -36ഉം ഉണ്ട്. അപ്പോൾ 36ന്ന് 16 കുറക്കുക, 36ന്ന് 16 കുറക്കുക, 6ന്ന് 6 പോയാൽ 0, 3ന്ന് 1 പോയാൽ 2. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. വലുത് 16 ആണോ 36 ആണോ? വലുത് 36 ആണ്. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -20. ഓക്കെ, അപ്പോൾ -12x -4y ഈക്വൽ ടു -20. ഇനി എല്ലാത്തിനും മൈനസ് ഉണ്ട്, അപ്പം ഞാൻ എല്ലാത്തിനും ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇതെന്തായി? -12 എന്നുള്ളത് എന്തായി? 12x ആയി. -4 ഉള്ളത് എന്തായി? +4y. -20 എന്തായി? ഈക്വൽ ടു 20 ആയി. എല്ലാത്തിലും കോമൺ ആയിട്ടൊരു നമ്പർ ഉണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും ഹയസ്റ്റ് നമ്പർ നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 4. എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നോക്കിയേ, 12 4ൻ്റെ മൾട്ടിപ്പിളാണ്, 4 4ൻ്റെ മൾട്ടിപ്പിളാണ്, 20യും 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ നമ്പറുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? 12/4. 12നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 12ൽ അല്ലേ, 1 4s are 4, 2 4s are 8, 3 4s are 12. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 4 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ദെൻ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 12s are 20. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി എന്താ? 3x + y = 5, അല്ലെങ്കിലോ 3x + y, ഈ 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാണ്ട് -5 = 0 എന്നും ആക്കാം. അപ്പോൾ എന്താണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷന്? 3x + y = എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെ എഴുതാം? 3x + y, 5നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -5 = 0 എന്നും എഴുതാം. ഇത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ 3x + y -5 = 0 എന്ന് എഴുതാം, 3x + y = 5 എന്നും എഴുതാം. റിലേഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റ് തന്നിട്ട് എക്സ് വൈയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടത്. ഇക്വ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എക്സൈസ് 7.1 അഥവാ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് സെക്ഷൻ ഫോമിലാണ്. ഓക്കെ, സീ യു സൂൺ. ടിൽ ദെൻ ബൈ ബൈ.